നമസ്കാരം. ലോക്കൽ ബോഡി തിരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്നു. CPM നന്നായി തോറ്റു. CPMൻ്റെ ഈ തോൽവിയെ ഇനി ന്യായീകരിച്ചുകൊണ്ട് ഏതെങ്കിലും CPM നേതാവ് സംസാരിക്കാൻ വരുമോ എന്നുള്ളത് നമുക്ക് നമ്മുടെ കൗതുകത്തിന് വിട്ടുകൊടുക്കാം. എന്തായാലും CPM കൃത്യമായി തോറ്റു. എന്തുകൊണ്ട് തോറ്റു എന്ന ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. എനിക്ക് തോന്നിയത് CPM തോൽപ്പിച്ചത് CPM തന്നെയാണ് CPMനെ തോൽപ്പിച്ചത് എന്നതാണ്. എന്തുകൊണ്ടാണ് നമ്മളങ്ങനെ ഒരു നിഗമനത്തിലെത്തുന്നത്? കഴിഞ്ഞ കുറേ നാളുകളായി CPM എടുക്കുന്ന രാഷ്ട്രീയ നിലപാടുകൾ CPMൻ്റെ പ്രത്യയശാസ്ത്ര നിലപാടുകൾക്ക് വിരുദ്ധമായ നിലപാടുകൾ. CPM എന്ന് പറയുന്ന പാർട്ടി അതിൻ്റെ പ്രത്യയശാസ്ത്രത്തെ ഉപേക്ഷിച്ചാൽ CPMനെ ഉപേക്ഷിക്കുന്നു എന്നാണ്. CPMനെ ഉപേക്ഷിച്ചാൽ പിന്നെ ജനങ്ങളെന്തിന് CPMനെ കാത്തു സൂക്ഷിക്കണം? അതുകൊണ്ട് ജനങ്ങളും CPMനെ ഉപേക്ഷിക്കുന്നു എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിൽ നിന്ന് നമ്മൾ കൃത്യമായിട്ട് വായിച്ചെടുക്കേണ്ടത്. കുറച്ചു കാലമായിട്ട് CPM എടുക്കുന്ന രാഷ്ട്രീയ സമീപനം എന്ന് പറയുന്നത് എന്താണ്? അത് സമുദായ പ്രീണനമല്ലേ എന്ന് വേണമെങ്കിൽ ചോദിക്കാം. നേരത്തെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ് ഇളമരം കരീമിനെ കരീമിക്ക എന്ന് വിളിച്ചുകൊണ്ട് യഥാർത്ഥത്തിൽ CPMനെ അകത്തിരിക്കുന്ന മുസ്ലിം പ്രീണനം പുറത്തിയാടിയത്. അതിശക്തമായിട്ട് സഹാക്കൾ അതിനെ അടിച്ചുടച്ചു, തകർത്തു. അപ്പോൾ ഒരു കാര്യം അവർക്ക് തോന്നി, മുസ്ലിം പ്രീണനവുമായി നടന്നാൽ തങ്ങളുടെ കൂടെ നിൽക്കുന്നതായിട്ടുള്ള വോട്ട് ബാങ്കും പിളർന്നു പോകും എന്ന്. അപ്പോൾ അവരെന്താ ചെയ്ത്? മുസ്ലിം പ്രീണനത്തിന് പകരം മുസ്ലിം വിരുദ്ധത എടുക്കാനായിട്ട് ഹിന്ദു പ്രീണനമായി അത് മാറിത്തീർന്നു. ഈ സമീപകാലത്ത് ഉയർന്നു വന്ന ജമാഅത്തെ ഇസ്ലാമി പ്രശ്നം, അത് ജമാഅത്തെ എതിർക്കുന്നതിന് പകരം മുസ്ലിം സമൂഹത്തെയും മുസ്ലിം സമൂഹത്തിൻ്റെ രാഷ്ട്രീയത്തെയും എതിർക്കുന്നതായി മാറിത്തീർന്നു. അങ്ങനെ എതിർക്കുന്നത് മുസ്ലിങ്ങൾക്കെതിരാണ് തങ്ങളെന്ന് സ്ഥാപിച്ചെടുക്കാൻ വേണ്ടിയായി. എന്തിന്? ഹിന്ദുക്കളെ പ്രീണിപ്പിക്കാൻ വേണ്ടി. അതോടൊപ്പം മറ്റ് രസകരമായിട്ടുള്ള ഒരു വീഴ്ച CPMനെ പറ്റി. CPM എന്ന് പറയുന്ന പാർട്ടി ഈഴവ പാർട്ടിയാണ് എന്ന് ശത്രുക്കൾ പറയുന്നത് അവരേറ്റെടുത്ത് പറയുകയും അങ്ങനെ ഈഴവ വോട്ടുകൾ നഷ്ടപ്പെടാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഈഴവർക്ക് വേണ്ടി നിൽക്കുന്ന പാർട്ടിയാണെന്ന് പ്രഖ്യാപനം വരികയും ചെയ്തു. അപ്പോൾ എന്താ സംഭവിച്ചത്? ഇതിനൊപ്പം നിൽക്കുന്നതായിട്ടുള്ള നായർ സമൂഹം അവർക്കെങ്ങനെ പിന്നെ ഇതിനകത്ത് വിശ്വസിക്കാനായിട്ട് കഴിയും? ഇതിനൊപ്പം നിൽക്കുന്നതായിട്ടുള്ള ക്രൈസ്തവ സമൂഹം അവർക്കും എങ്ങനെ വിശ്വസിക്കാനായിട്ട് പറ്റും? അങ്ങനെ ക്രൈസ്തവ സമൂഹത്തിലും ഈഴവ സമൂഹത്തിലും നായർ സമൂഹത്തിലും മുസ്ലിം സമൂഹത്തിലും ഒക്കെ സംശയങ്ങളുണ്ടാക്കി ആ പാർട്ടിയെ തന്നെ, പാർട്ടിയുടെ അസ്തിത്വത്തെയും അതിൻ്റെ പ്രത്യയശാസ്ത്രത്തെയും അവരെ തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഫലമായിട്ട് രൂപപ്പെട്ട ഒരു രാഷ്ട്രീയമായിട്ടുള്ള പ്രശ്നമാണ് ഇത്തരമൊരു ഷോക്ക് കൊടുക്കുന്നതിന് കേരളത്തിലെ ജനതയെ പ്രാപ്തമാക്കിയത് എന്നതാണ് അതിൻ്റെ രാഷ്ട്രീയ വശം. മറ്റേത് നമ്മൾ പറയും ഗവൺമെൻറ് വിരുദ്ധ വികാരം, അല്ലെങ്കിൽ പിണറായി വിജയൻ്റെ വ്യക്തിപരമായിട്ടുള്ള ധാർഷ്ട്യത്തിൻ്റെയും സ്വേച്ഛാധിപത്യ സ്വഭാവത്തിനും എതിരായിട്ടുള്ള പ്രകടനം. അതൊക്കെ ഉണ്ടാവും കുറേശ്ശെ. ആത്യന്തികമായിട്ട് CPMനെ തോൽപ്പിച്ച് CPMലെ രാഷ്ട്രീയം നഷ്ടപ്പെടുത്തി എന്നുള്ളതാണ്. ഇടതുപക്ഷത്തിന് ഇടതുപക്ഷ രാഷ്ട്രീയമുണ്ട്. ശബരിമലയിലെ സ്ത്രീ പ്രവേശനം സംബന്ധിച്ചിടത്തോളം സുപ്രീം കോടതി എടുത്ത നിലപാടിന് ഒപ്പമായിരുന്നു CPM എന്തിനു മാറി? ഒരു നിലപാടിൽ നിന്ന് ഒരിക്കലും മാറാൻ പാടില്ല. ആ നിലപാട് ശരിയായിരുന്നു. പക്ഷേ അത് കേരളത്തിലെ ബാക്കിയുള്ള ആളുകൾക്ക് പ്രശ്നങ്ങളുണ്ടാക്കുന്നതാണെങ്കിൽ ഞങ്ങളങ്ങ് മാറി നിൽക്കുന്നു, പക്ഷേ ഞങ്ങളുടെ നിലപാട് മാറുന്നില്ല എന്ന് പറയാനുള്ള ധൈര്യം യഥാർത്ഥത്തിൽ CPM കാണിക്കേണ്ടതായിരുന്നു. അങ്ങനെ കാണിച്ചെങ്കിൽ മാത്രമാണ് ഇടതുപക്ഷ രാഷ്ട്രീയമാണ് തങ്ങൾ ഉയർത്തുന്നത് എന്ന് അവർക്ക് പറയാനായിട്ട് കഴിയും. അത് കഴിഞ്ഞു ഇപ്പോൾ അവരെന്താ ചെയ്ത്? ഈ അടുത്ത കാലത്തായിട്ട് ആഗോള ഈ പ്രസംഗം നടത്തുന്നതിൻ്റെ നടത്തിപ്പുകാരായിട്ട് അവർ മാറി. അത് കഴിഞ്ഞ് അവർ ചുമതല ഏൽപ്പിച്ചു കൊടുത്ത ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റുമാർ രണ്ടുപേരും ഇപ്പോൾ ജയിലിനകത്താണ്. കാരണം അവിടെ ഉണ്ടായിരുന്ന സ്വർണ്ണപ്പാളികൾ കൊള്ളയടിച്ചുകൊണ്ട് പോയി എന്നുള്ളത്. അപ്പോൾ അതിലൊക്കെ തങ്ങളുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അവരിപ്പോഴും, അതിലൊരാൾ പത്മകുമാർ ഇപ്പോഴും പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിക്കകത്തിരിക്കുന്നു എന്നുള്ളത് വളരെ വളരെ സവിശേഷമായ ഒരു കാര്യമാണ്. എന്തിന്? അദ്ദേഹം കുറ്റാരോപിതനെ മാറ്റി നിർത്തണം. അയാൾക്ക് അതിൽ കുറ്റമില്ല എന്ന് തെളിഞ്ഞാൽ തിരിച്ചെടുക്കണം. അതല്ലാണ്ട് കുറ്റാരോപിതൻ മാത്രമല്ലേ ഇപ്പോൾ എന്നാണ് CPMൻ്റെ സെക്രട്ടറി പറഞ്ഞത്. അങ്ങനെയൊക്കെ ആയിരുന്നില്ല പഴയകാലത്തെ CPM സെക്രട്ടറിമാർ പ്രവർത്തിച്ചിരുന്ന പെരുമാറിയിരുന്നു. ഇപ്പം എന്തുകൊണ്ട്
ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ അതിന് വന്നു എന്നത് സുവ്യക്തമായിട്ടുള്ള രീതിയിൽ അവർ പഠിക്കുകയും പരിശോധിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. ആ പഠനവും പരിശോധനയും നടത്താൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ജനങ്ങൾ പെടലിക്കടിച്ചിരിക്കുന്നത്. ഇത് ഷോക്ക് ട്രീറ്റ്മെൻറ്റാണ്. നോക്കൂ, പഠിക്കൂ എന്നുള്ളതിന് വേണമെങ്കിൽ ഇനിയും മത്സരക്ഷമതയിലേക്ക് തിരിച്ചു വരാൻ കഴിയും. കാരണം ഈ റിസൾട്ടിൽ വളരെ പ്രധാനപ്പെട്ടൊരു സൂചകം എന്ന് പറയുന്നത് ജില്ലാ പഞ്ചായത്ത് 7 ജില്ലാ പഞ്ചായത്ത് LDFനും 7 ജില്ലാ പഞ്ചായത്ത് UDFനുമാണ് ലഭിച്ചിരിക്കുന്നത്. ജില്ലാ പഞ്ചായത്താണ് ഇതിലെ പൊളിറ്റിക്കൽ വോട്ട് മെഷർ ചെയ്യുന്ന ഇടം എന്നുണ്ടെങ്കിൽ തുല്യശക്തികളായിട്ടാണ് ഇപ്പോഴും നിൽക്കുന്നത്. ഇനിയും മത്സരക്ഷമതയുണ്ട്. അവർക്ക് പറ്റിയ തെറ്റുകളെല്ലാം തിരുത്തി കൃത്യമായ രാഷ്ട്രീയവുമായി, ഇടതുപക്ഷ രാഷ്ട്രീയമായി മുന്നോട്ട് വന്നാൽ തീർച്ചയായിട്ടും ഇനിയും മത്സരിക്കാനായിട്ടുള്ള ശേഷി അവശേഷിപ്പിക്കുന്നു എന്ന് ഈ തിരഞ്ഞെടുപ്പ് സൂചിപ്പിക്കുന്നുണ്ട്. ഇപ്പം ഞാൻ പറയുന്ന ഈ തിരഞ്ഞെടുപ്പിൽ നിന്ന് അവർക്ക് കിട്ടേണ്ട പാഠം എന്ന് പറഞ്ഞാൽ അവരുടെ തെറ്റുകളാണ്. അഴിമതിക്കാരും കൊള്ളക്കാരുമായിട്ട് ആളുകൾ മാറിയാൽ അവരെ ജനങ്ങൾ അംഗീകരിക്കില്ല. CPM നേരത്തെ ഉണ്ടായിരുന്ന ഒരു സവിശേഷത എന്ന് പറയുന്നത് അവരഴിമതിക്കാരല്ല, അക്രമകാരികളായിരുന്നു എന്ന് പറയുമായിരുന്നു എന്നാണ്. ആക്രമണകാരികളിൽ നിന്ന് നിങ്ങൾ അഴിമതിക്കാരായി മാറി. അവിടെയാണ് വൻപിച്ച തരത്തിലുള്ള പാളിച്ചയും ജീർണതയും പാർട്ടിയെ ബാധിച്ചു കഴിഞ്ഞിരിക്കുന്നത്. പാർട്ടിക്കകത്തൊരു ശബ്ദം മാത്രമല്ലേ ഉള്ളൂ, പിണറായി വിജയൻ്റെ ശബ്ദം. പിണറായി എന്താണ് പറയുന്നത് അതാണ് പാർട്ടി എന്ന് വരുമ്പോൾ ആ പാർട്ടിക്ക് ജീവനില്ല എന്നുള്ള അർത്ഥം. കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ തന്നെ ഒരു പാർട്ടി എന്ന നിലക്കും ജീവനുള്ള പാർട്ടി എന്ന നിലക്കും നിർത്തിയിരുന്നത് എന്താണ്? സെൽഫ് ക്രിറ്റിസിസമാണ്, സ്വയം വിമർശനം എന്ന് പറയും. പാർട്ടിക്കകത്ത് ഉൾപാർട്ടി ചർച്ചകൾ. ഉൾപാർട്ടി ചർച്ച എവിടെയാണ് ഇപ്പോൾ CPMനകത്ത്? എന്താണ് ക്രിറ്റിസിസം എന്ന് പറയുന്നത്? സ്വയം വിമർശനം എന്ന് പറഞ്ഞാൽ ഏത് പാർട്ടി സഹമാണ് നടത്തുന്നത്? അപ്പോൾ തികച്ചും അധികാരത്തിന് വേണ്ടി മാത്രമുള്ള ഒരു സംവിധാനമായി പാർട്ടിയെ മാറ്റുകയും ആ അധികാരം എന്ന് പറയുന്നത് പണസമ്പാദനത്തിനും പണാർത്ഥിക്കും വേണ്ടിയുള്ള പ്രവൃത്തികളായി മാറുമ്പോൾ പാർട്ടി ഉയർത്തിപ്പിടിക്കേണ്ടതായിട്ടുള്ള ധാർമ്മികത സമ്പൂർണ്ണമായിട്ടും പാർട്ടിക്ക് നഷ്ടപ്പെട്ടു. ആ നഷ്ടപ്പെട്ട കാലാവസ്ഥയിലാണ് പാർട്ടി പരാജയത്തിൻ്റെ വഴിയിലൂടെ നടക്കേണ്ടി വരുന്നത്. അതുകൊണ്ടാണ് CPMനെ പരാജയപ്പെടുത്തി എന്ന് മനസ്സിലാക്കേണ്ടത്. CPM ഉയർത്തിപ്പിടിച്ചൊരു മതേതരത്വ രാഷ്ട്രീയമുണ്ട്. ആ മതേതരത്വ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ എല്ലാ മതങ്ങളെയും ഉൾക്കൊള്ളുന്ന ഒരു ഇൻക്ലൂസീവ് ക്യാരക്ടറാണത്. അതിൽ മുസ്ലിമിനെ ഉൾക്കൊള്ളേണ്ടതുണ്ട്, ക്രിസ്ത്യാനിയെ ഉൾക്കൊള്ളേണ്ടതുണ്ട്, നായരെ ഉൾക്കൊള്ളേണ്ടതുണ്ട്, ഈഴവരെ ഉൾക്കൊള്ളേണ്ടതുണ്ട്, ദളിതരെ ഉൾക്കൊള്ളേണ്ടതുണ്ട്, ആദിവാസികളെ ഉൾക്കൊള്ളേണ്ടത്. ഒരു വിഷയം വരുന്ന സമയത്ത് ദളിതരുടെ പ്രശ്നം വരുമ്പോൾ നിങ്ങൾ എവിടെയാണ്? ആദിവാസികളുടെ പ്രശ്നം വരുമ്പോൾ നിങ്ങൾ എവിടെയാണ്? ക്രിസ്ത്യാനിക്ക് ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നിങ്ങൾ എവിടെയാണ്? വോട്ടിന് വേണ്ടി ചിലപ്പോൾ നിങ്ങൾ അത് ഏറ്റെടുക്കും. വോട്ടിന് വേണ്ടിയല്ല ഇത്തരം വിഷയങ്ങൾ ഏറ്റെടുക്കേണ്ടത്. ഓരോരോ സ്വത്വങ്ങളും ഈ പാർട്ടിയുടെ ഭാഗമാണ് എന്ന തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ ആ സ്വത്വങ്ങളുടെ ആവശ്യങ്ങൾ, അവരുടെ മൗലികമായിട്ടുള്ള ആവശ്യങ്ങൾ അത് നിലനിർത്തുന്നതിന് വേണ്ടി പോരാടുന്നൊരു പാർട്ടിയാണ് ഈ പാർട്ടി എന്ന് പറയേണ്ടത് ആവശ്യമാണ്. അല്ലേ? മലബാറിൽ വലിയ കലാപങ്ങളുണ്ടായ സമയത്ത് ഒക്കെ മുസ്ലിങ്ങളുടെ സംരക്ഷകരായി നിന്നവരാണ് ഞങ്ങൾ ഇന്ന് നെഞ്ചൂക്കോടുകൂടി പറഞ്ഞിരുന്ന പാർട്ടിയാണ്. ഇപ്പോൾ ആ പാർട്ടിയുടെ സ്ഥിതി എന്താണ്? മുസ്ലിങ്ങളുടെ സമീപനം എന്താണ്? അത് വളരെ ഗൗരവമായിട്ട് ഈ സമൂഹം ചർച്ച ചെയ്യുന്നുണ്ട്, കാണുന്നുണ്ട്. അവരസ്വസ്ഥരാണ്. ഈ പാർട്ടിക്കകത്ത് തികച്ചും മതേതര സ്വഭാവം പുലർത്തി നിലനിന്നിരുന്നതായിട്ടുള്ള മുസ്ലിം സഹാക്കൾ അസ്വസ്ഥരാണ്. അതുപോലെ തന്നെയാണ് യഥാർത്ഥത്തിൽ ഹിന്ദുക്കളുടെയും ഈഴവരുടെയും ദളിതരുടെയും ആദിവാസികളുടെയും ഒക്കെ പ്രശ്നം അതാണ്. അവർക്കൊക്കെ ഇത് അന്യവൽക്കൃതിക്കപ്പെട്ട ഒരു സംവിധാനമായി തോന്നുന്നുണ്ടെങ്കിൽ അവരിതിൽ നിന്ന് അകന്നു പോകും. ഇതിൻ്റെ കൂടെ അവർ നിൽക്കണം എന്ന് യാതൊരു നിർബന്ധവുമില്ല എന്നുള്ളതാണ്. 50 വർഷമൊക്കെ ആയിട്ട് CPM തന്നെ ജയിച്ചിരുന്ന പല വാർഡുകളും പരാജയപ്പെട്ടല്ലോ. എന്തുകൊണ്ടെന്ന് സഹാക്കൾ പരിശോധിക്കണ്ടേ? 50 വർഷക്കാലം ഇങ്ങനെ ഭരിച്ച് നശിപ്പിച്ചതുകൊണ്ട് മാത്രമല്ലേ അവിടെ പരാജയപ്പെടുന്നത്? 50 വർഷം വലിയ സാധ്യതകൾ നമുക്ക് ലഭ്യമാകുമ്പോൾ ആ സാധ്യതകൾ ഉപയോഗിച്ച് കൂടുതൽ മെച്ചപ്പെട്ട, കൂടുതൽ നല്ല നിലയുള്ള പ്രവർത്തനങ്ങളാണ് കാഴ്ചവെക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും വീണ്ടും CPMനെ അവിടെ തന്നെ ജയിപ്പിക്കാൻ തയ്യാറാവും. അപ്പോൾ നിലവിൽ ഭരണകൂടത്തിൻ്റെ തലങ്ങളിൽ നിന്ന്, അധികാര കസേരകളിൽ നിന്ന് ജനം വലിച്ചിറക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് വലിച്ചിറക്കുന്നു എന്ന് പരിശോധിക്കാനായിട്ടുള്ള ബാധ്യതയും ഉത്തരവാദിത്വവും ഈ പാർട്ടിക്കുണ്ട്. ആ ബാധ്യതയും ഉത്തരവാദിത്വവും നിർവഹിക്കാനായിട്ടാണ് ഈ ഷോക്ക് ട്രീറ്റ്മെൻറ്റ് നൽകിയിരിക്കുന്നത്. ഇത് തിരുത്തിയാൽ അവർക്ക് മുന്നോട്ട് പോകാം, അല്ലെങ്കിൽ അവർക്ക് പിന്നോട്ട് പോകാം.